നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്ന് മുതൽ ഞാൻ അരവിന്ദന്റെയും മക്കളുടെയും വിശേഷങ്ങൾ, ഗംഗയുടെ യമുനയുടെ ഒക്കെ വിശേഷങ്ങൾ ഞാൻ നമ്മുടെ മാമ്പഴം എന്ന ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേര് വന്ന് ഈ ചാനലിനകത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചാനലിനകത്ത് അവരുടെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുമെന്ന്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ വേറൊരു ചാനലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ, മാമ്പഴം എന്ന ആ ചാനലിൻ്റെ പേര്. ആ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നേ, സുഭാഷിനെ ജ്യോതി വിളിക്കുന്നുണ്ട്. ജ്യോതി വിളിച്ചാൽ സുഭാഷ് സംസാരിക്കുന്ന ജോലിയെക്കുറിച്ചും പിന്നെ ആഹാരം ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെയാണ്. ജ്യോതിക്ക് നന്നായിട്ട് ബോറടിക്കാൻ തുടങ്ങി. 2-3 വട്ടം വിളിച്ചു കഴിഞ്ഞപ്പോൾ സുഭാഷിന് ആ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാനുള്ളൂ. പിന്നെ ഒടുവിൽ ബോറടിച്ചിട്ട് ജ്യോതി കോള് കട്ട് ചെയ്തിട്ട് പോവുക ചെയ്യുന്നത്. ഇതേ സമയത്ത് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനായിട്ട് നിധിയും സുധീഷും എല്ലാവരും കൂടി ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കണ സമയത്ത് ഭാസ്കരന് നിധിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചിക്കൻ 65 ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, അച്ഛന് ഭയങ്കര കെയറിങ് ആണല്ലോ നിധി അടുത്തിയോടെന്ന് പറയുകയും ചെയ്തു. പിന്നീട് നിധി ആ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നത്, അതെ അച്ഛൻ ശരിക്കും നിങ്ങളുടെ അമ്മയെ കൊന്നതാണോ? എനിക്കതും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഹരീഷ് തറപ്പിച്ച് പറഞ്ഞു, അത് കൊല ചെയ്തത് തന്നെയാ. ഈ ചിക്കൻ 65 കിട്ടിയെന്ന് ഓർത്തുകൊണ്ട് നിധി അടുത്ത് എന്താണെങ്കിലും അച്ഛൻ കൊന്നിട്ടില്ല എന്ന് പറയൊന്നും വേണ്ട, സപ്പോർട്ട് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു. നിധിക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിഷമമായി. നിധിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഭാസ്കരൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന്. കുറച്ച് ദിവസങ്ങളായിട്ടുള്ള താനിവിടെ വന്നിട്ട്, എന്നാലും ഭാസ്കറിന്റെ പെരുമാറ്റം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യുമെന്ന് തോന്നില്ല. ഭാസ്കറിന്റെ പെൺകുട്ടികളോടൊക്കെ നല്ല റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെയാണ്, നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരാൾക്ക് എങ്ങനെ സ്വന്തം ഭാര്യയെ കൊല്ലാൻ പറ്റും? അതൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല നിധിക്ക്. അങ്ങനെ അവർ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിധിയുടെ ഫോണിലേക്ക് ജ്യോതി വിളിക്കുന്നത്. അപ്പം നിധിയുടെ ഫോൺ നമ്പറും കാര്യങ്ങളും ജ്യോതിക്ക് അറിയായിരുന്നു. അങ്ങനെ വിളിച്ച് കോൾ എടുത്ത് കഴിഞ്ഞപ്പോൾ നിധി ചോദിച്ചു, എന്തായി ജ്യോതി കാര്യങ്ങളൊക്കെ? സുഭാഷേട്ടനുമായിട്ട് സംസാരിച്ചോ? സംസാരിച്ചെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ടേക്ക് വിളിക്കാതിരിക്കുമായിരുന്നു, ഒരു 3-4 ദിവസം കഴിയട്ടെന്ന് ഓർത്തു. നിങ്ങൾ തമ്മിലൊന്ന് സംസാരിച്ച് സെറ്റായി കഴിഞ്ഞാലേ അറിയത്തുള്ളൂ പരസ്പരം ഇഷ്ടമാണെന്നുള്ള കാര്യം. അപ്പം എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ടാണോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ജ്യോതി പറഞ്ഞു, അതെ ഇത് സുഭാഷേട്ടനോട് പറയാൻ പറ്റാത്തതുകൊണ്ടാ ഞാൻ നിധി എടുത്തിട്ട് ഫോണിലേക്ക് വിളിച്ചെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി ചോദിച്ചു, കാര്യം എന്താ വെച്ചാൽ പറ. അതെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സെറ്റായി പോകത്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല. അപ്പം അച്ഛനോട് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, വിളിച്ച് പറയാൻ പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി ചോദിച്ചു, അതെന്താ ജ്യോതി അങ്ങനെ പറഞ്ഞേ? ഞാൻ 2-3 വട്ടം സംസാരിച്ചു. സംസാരിച്ചിട്ടോ? സുഭാഷേട്ടൻ പറ്റില്ല എന്ന് വല്ലതും പറഞ്ഞോ? ജ്യോതിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല, പിന്നെന്ത് പറ്റി? ഞാൻ സുഭാഷേട്ടനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് സെറ്റാകുന്നില്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ. കാരണം സുഭാഷേട്ടൻ എപ്പോഴും സംസാരിക്കാനുള്ളത് ജോലിയെക്കുറിച്ചും വീട്ടുകാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചോ ഇതേ ഈ കാര്യങ്ങളൊക്കെ തന്നെയും പിന്നെ സംസാരിക്കാനുള്ളത്. അല്ലെങ്കിൽ എന്നെക്കുറിച്ചോ എനിക്ക് എന്താ ആഗ്രഹങ്ങളാണെന്നോ അല്ലെങ്കിൽ വേറെ ഒന്നിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. എനിക്ക് ശരിക്കും ബുദ്ധിമുട്ടായി തുടങ്ങിയെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നിധി പറഞ്ഞു, ശരിക്കും സുഭാഷേട്ടൻ നല്ല കെയറിങ് ആണ്. കെയറിങ് അല്ല, ഇത് ശരിക്കും ബോറിംഗ് ആണെന്ന് ജ്യോതി പറഞ്ഞു. 3 ദിവസം സംസാരിച്ചിട്ട് പോലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്കൊട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരാളോടൊപ്പം ഞാൻ ജീവിതകാലം മുഴുവൻ എങ്ങനെ ജീവിക്കുന്ന പറയണേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ എനിക്ക് ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന്. പിന്നീട് നിധി പറഞ്ഞു, ജ്യോതിയുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ, പിന്നെ ഫോഴ്സ് ചെയ്ത് ജയിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ ഇത്. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നികേഷ് അല്ലെങ്കിലും എനിക്കറിയായിരുന്നു സുഭാഷേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിച്ച് ഈ ബന്ധവും കുളവാക്കുമെന്ന്. അല്ലെങ്കിൽ സുഭാഷേട്ടൻ ഒരു പെൺകുട്ടിയോട് സംസാരിക്കാൻ പോലും അറിയത്തില്ലെന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, സുഭാഷേട്ടൻ എന്ത് തെറ്റാ ചെയ്തേ? സുഭാഷേട്ടൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. സുഭാഷേട്ടൻ്റെ കള്ളത്തരൊന്നും പറഞ്ഞില്ലല്ലോ, അവനവൻ അറിയാവുന്ന കാര്യങ്ങളും ചെയ്യുകയും പറയുകയും ചെയ്തു, അല്ലാതെ ഉണ്ടാക്കി പറഞ്ഞൊന്നുമില്ല. സുഭാഷേട്ടൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി വരും, അത് വന്നിട്ട് സുഭാഷേട്ടൻ്റെ കല്യാണം നടന്നാൽ മതി. എന്താണെങ്കിലും വെറുതെ നിർബന്ധിച്ച് കല്യാണം നടത്തേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ആ സമയം സുധീഷ് പറഞ്ഞു, എന്നാലും സുഭാഷേട്ടൻ നല്ല രീതിയിൽ സംസാരിക്കായിരുന്നു. എങ്ങനെ? സുഭാഷേട്ടൻ്റെ ക്യാരക്ടർ അനുസരിച്ചാണ് സംസാരിച്ചേ. അങ്ങനെ എല്ലാം മനസ്സിലാക്കി വരുന്നൊരു പെൺകുട്ടി മാത്രം മതി. എനിക്കെന്താളും സുഭാഷേട്ടൻ പറയുന്ന കാര്യങ്ങളോട് താല്പര്യം. കാരണം സുഭാഷേട്ടൻ അങ്ങനെയാണ്. സുഭാഷേട്ടൻ്റെ കുടുംബം, അനുജന്മാർ, അതുപോലെ തന്നെ ആഹാരം ഉണ്ടാക്കുന്ന അതൊക്കെയാണ് സുഭാഷേട്ടൻ്റെ പ്രധാനം. അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഇതല്ലെങ്കിൽ വേറൊരു ഏതെങ്കിലും ഒരു പെൺകുട്ടി വരും, എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ടെന്നൊക്കെ നിധി അവരോട് പറയണം. എല്ലാവർക്കും വിഷമായി. എല്ലാവരും നല്ല സന്തോഷത്തോടെ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന. പക്ഷേ എങ്കിൽ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ള സന്തോഷം കൂടെ പോയി. പിന്നീട് നിധി അവരെ ആശ്വസിപ്പിച്ചു, സാരമില്ല, ഒരു റിക്വസ്റ്റിലേ വന്നുള്ളൂ, ഇനിയും വരുമല്ലോ, വരുമ്പോൾ നമുക്ക് ആലോചിക്കാം എന്നൊക്കെ നിധി പറഞ്ഞു. പിന്നീട് നിധി ഒരു തീരുമാനം എടുത്തു. നിധി അങ്ങനെ നേരെ
സുനന്ദയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. ആ സമയം ലളിത അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. എന്താടി നിനക്ക് എന്താ അവിടെ കാര്യം എന്ന് ചോദിച്ചു. ഇന്നാള് പോലീസുകാരെയും കൂട്ടി വന്നാണല്ലോ, ഇപ്പൊ വീണ്ടും നീ എന്തിനാ വന്നേക്കുന്നത്? ആൾക്കാരെ കൂട്ടി കൊണ്ടാണോ വന്നിരിക്കണമെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും നിധി പറഞ്ഞു, ഇല്ലാൻറ്റി ഞാൻ തനിച്ചാ വന്നിരിക്കുന്നു പറയണം. നീ വന്ന കാര്യം എന്താന്ന് വെച്ചാൽ പറ. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊപ്പം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുനന്ദയുടെ അച്ഛൻ അങ്ങോട്ട് ഇറങ്ങി വന്നു. ആരാ ലളിതെന്നൊക്കെ ചോദിച്ചോണ്ട്, ദേ ഇവളാന്ന് പറയണേ. ഇവളോ? നീ എന്താടി ഇങ്ങോട്ടേക്ക് വന്നത്? അത് എനിക്ക് നിങ്ങളോട് അല്പം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്ത് സംസാരിക്കാനായിട്ട്? ഞങ്ങൾക്ക് നിങ്ങളൊന്നും സംസാരിക്കില്ല, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ. അതെ എനിക്ക് സംസാരിക്കണം. അതിന് നീ ആരാ, എന്താ ഏതാന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ലളിത പറഞ്ഞു, ഇവളെക്കുറിച്ച് അറിയത്തില്ലോ അല്ലേ? വലിയ വീട്ടിലെ പെണ്ണാ, സ്വന്തമായിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇവളുടെ അച്ഛനുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവള് മാത്രം തലതിരിഞ്ഞു പോയി. അതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു വീട്ടിലേക്ക് ഇവള് വന്നത്. അല്ലെങ്കിൽ ആ വീട്ടിൽ വന്ന് അവള് താമസിക്കുമോ? വന്ന പിറ്റേ ദിവസം തന്നെ ഇവള് പോകണ്ടല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും നിധി പറഞ്ഞു, നിങ്ങൾ ഇങ്ങനൊന്നും പറയരുത്, എനിക്ക് നിങ്ങളോട് സംസാരിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. കൂടുതലൊന്നും സംസാരിക്കാതെ മര്യാദയ്ക്ക് പോകാൻ നോക്ക്. ഇവിടെ കിടന്ന് വാചകം അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ കാരണം ഞങ്ങൾക്ക് കുറെ അപമാനം ഉണ്ടായി എന്നൊക്കെ ലളിത പറഞ്ഞു. ആ സമയം സുനന്ദ അങ്ങോട്ട് വരുന്നേ. സുനന്ദ കേട്ടിതൊക്കെ. ആ സമയം നിധി പറഞ്ഞു, എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞിട്ടോ ഞാൻ പോകത്തുള്ളൂ എന്നും പറഞ്ഞ് അകത്തേക്ക് കയറുവാണ്. അപ്പോഴേക്കും നിധിയുടെ അച്ഛൻ പറഞ്ഞു, അല്ല നീ എന്ത് പരിപാടിയായി കാണിക്കണമെന്ന് ചോദിച്ചു. ഞങ്ങളിവിടെ സംസാരിക്കണ സമയത്ത് നീ അകത്തേക്ക് കയറുന്നോ? മര്യാദയ്ക്ക് ഇറങ്ങി പോടിയെന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, എനിക്ക് സംസാരിക്കണം, സംസാരിച്ചാൽ മാത്രം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകത്തുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നല്ല ദേഷ്യമായില്ല ലളിതയ്ക്ക്. നീ എന്ത് സംസാരിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നേ? അതെ എനിക്ക് സുഭാഷ് ചേട്ടനെ കുറിച്ച് സംസാരിക്കാനുള്ളേ. അവനെക്കുറിച്ച് എന്തിനാ നീ ഇവിടെ വന്ന് പറയണേ? ഞങ്ങൾക്ക് അവൻ്റെ ഒരു കാര്യവും കേൾക്കണ്ടെന്ന് പറഞ്ഞു. അതെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. സുനന്ദയ്ക്ക് സുഭാഷ് ചേട്ടനെ ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഒരുപക്ഷെ സുനന്ദയെ വേറൊരു കല്യാണം കഴിപ്പിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സിൽ ഒരിക്കലും സന്തോഷം ഉണ്ടാകത്തില്ല. ഒന്നുമില്ലേ നിങ്ങൾ അച്ഛനും അമ്മയൊക്കെയല്ലേ. നിങ്ങൾ പറയുന്നുണ്ട് ഈ പറയുന്ന സുഭാഷ് ചേട്ടന് മോശക്കാരനെന്ന്, അല്ലെങ്കിൽ സുഭാഷ് ചേട്ടൻ്റെ അനുജന്മാരെ അച്ഛനൊക്കെ മോശക്കാരനെന്ന്. എനിക്കങ്ങനെ തോന്നുന്നില്ല. അല്ല നിങ്ങളോ ഈ പറയുന്ന അച്ഛൻ്റെ പെങ്ങളല്ലേ? അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അച്ഛൻ അങ്ങനെ ഒരു കൊലപാതകം ചെയ്യുമെന്ന്? ഇത് കേട്ടപ്പോൾ ലളിത പറഞ്ഞു, കൂടുതലും നീ വാചകം കൊടുക്കണ്ട, മര്യാദയ്ക്ക് പോകാൻ നോക്കുക. അയാൾ അതല്ല അതിലപ്പുറം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, എനിക്കങ്ങനെ വിശ്വാസമില്ല ചെയ്യുമെന്ന്. പിന്നെ ഞാൻ ആ വീട്ടിൽ വന്നിട്ട് 3 മാസമായി, ഇന്ന് വരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ആ വീട്ടുകാരായിട്ട്. എല്ലാവരും പറയുന്നു ആ വീട്ടിൽ പെണ്ണുങ്ങളൊന്നും വാഴില്ല എന്ന്. പക്ഷേങ്കിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ആ വീട്ടിൽ പെണ്ണുങ്ങൾ വാഴുമെന്ന്. അതിന് ഉത്തമ ഉദാഹരണമല്ല ഞാൻ ആ വീട്ടിൽ വന്നതിന് ശേഷം ഇതുവരെയായിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആ കുടുംബത്തിലുള്ള എല്ലാവരും നല്ലവരാ. എനിക്ക് ഇത്ര നാളും ഒരു പ്രശ്നമില്ലാതെ അവിടെ നിൽക്കാമെങ്കിൽ നിങ്ങളുടെ മോൾക്കും അവിടെ നിൽക്കാൻ സാധിക്കും. സുഭാഷ് ചേട്ടനും സുനന്ദയും തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചു. എടി നീ എന്താടി വീട്ടിൽ വന്ന ആളെ കളിയാക്കണമെന്ന് ചോദിച്ചു. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കണം. ഓഹോ അവൻ നിന്നെ പറഞ്ഞു വിട്ടായിരിക്കും ഇങ്ങോട്ടല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും നിധി പറഞ്ഞു, എന്നെ ആരും പറഞ്ഞു വിട്ടിട്ടില്ല, ആരും പറഞ്ഞു വിട്ടിട്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നിരിക്കുന്ന, അല്ലാതെ ആരുടെ പ്രേരണ കൊണ്ട് വന്നല്ല എന്ന് പറഞ്ഞു. സ്വന്തം ഇഷ്ടപ്രകാരമാണെങ്കിൽ അല്ലെങ്കിൽ ശരി, മര്യാദയ്ക്ക് ഇപ്പം ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം, നിന്നെ ഇവിടെ കണ്ടുപോയേക്കല്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നിധി പറഞ്ഞു, ശരി ഞാൻ പോയിക്കോളാം, പക്ഷെ നിങ്ങളോട് ഇതൊന്ന് സംസാരിക്കണം തോന്നി. നാളെ നിങ്ങളുടെ മോളുടെ വിഷമം ചിലപ്പോൾ നിങ്ങൾ കാണാനായിട്ട് ഇടയാവും. അങ്ങനെ വരില്ലെന്ന് കരുതിയിട്ടാണ് ഞാൻ പറയണത്. നല്ലൊരു ബന്ധമാണ്. സുഭാഷ് ചേട്ടനെ പോലൊരു ചെക്കനെ കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നാളെ നിങ്ങൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അത് കേട്ടപ്പോൾ ലളിത പറഞ്ഞു, ഞങ്ങളുടെ മോളുടെ കാര്യം ഞങ്ങൾക്ക് നോക്കാൻ അറിയാം. ഇതൊക്കെ പറയാൻ നീ ആരാ? നിനക്കെന്താ അവകാശം? മര്യാദയ്ക്ക് പോയിക്കോണം. ഇനി ഈ കാര്യം പറഞ്ഞിട്ട് ഈ വീട്ടിൽ കാല് കുത്തിയാണ്ടല്ലോ, നിന്നെ വെറുതെ വെച്ചേക്കല്ലെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. നിധി മുറ്റത്തേക്ക് ഇറങ്ങുവാണ്. ആ സമയം സുനന്ദ അടുക്കളവാതിൽ കൂടെ നേരെ ആ ഫ്രണ്ടിലേക്ക് വരുവാണ്. അപ്പോൾ അവരങ്ങോട്ട് അകത്തേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു. നിധി അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ നിധിയെ വിളിച്ചിട്ടുണ്ട്. നിധി എനിക്കതിപ്പോൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ടീച്ചു അല്ല സുഭാഷ് ചേട്ടൻ പറഞ്ഞിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചു. ഇല്ല സുഭാഷ് ചേട്ടനും ആർക്കും അറിയില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് സുനന്ദ പറഞ്ഞു, അതെ എനിക്ക് നല്ല വിഷമമുണ്ട് നിധി എന്ന് പറഞ്ഞു. നിധി ചോദിച്ചു, അല്ല സുനന്ദയുടെ ഇഷ്ടപ്രകാരമാണോ ഈ കല്യാണം നടത്തുന്നത്? ഒരിക്കലും അല്ല, എനിക്ക് ഈ ബന്ധത്തിനൊരു താല്പര്യമില്ല. പക്ഷെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സുഭാഷ് ചേട്ടൻ അല്ലാതെ എൻ്റെ മനസ്സിൽ വേറൊരു ആളില്ല. എൻ്റെ ഈ കല്യാണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാവുമെന്ന് പോലും എനിക്കറിയത്തില്ല, എൻ്റെ മുന്നോട്ടുള്ള ജീവിതം. പക്ഷെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കണേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ തമ്മിൽ പരസ്പരം ഇഷ്ടത്തിലാന്ന്. അതറിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാൻ വന്നേ. ഇവിടെ തീരുമാനങ്ങൾ എടുക്കേണ്ട സുനന്ദയാണ്. സുനന്ദ തീരുമാനം എടുത്തിട്ടേ കാര്യമുള്ളൂ. ഞങ്ങൾ ആരുമല്ല തീരുമാനങ്ങൾ എടുക്കണ്ടേ എന്നൊക്കെ സുനന്ദ ഉപദേശിക്കുന്നുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. സുനന്ദ പറഞ്ഞു, എനിക്കറിയില്ല. ഒരു വശത്ത് എൻ്റെ വീട്ടുകാർ, ഒരു വശത്ത് സുഭാഷ് ചേട്ടന്, ഞാൻ ആകെപ്പാടെ പെട്ടു നിൽക്കുക എന്നൊക്കെ സുനന്ദ ഇങ്ങനെ നിധിയുടെ മുന്നിൽ മനസ്സ് തുറക്കുവാന്ന്. എൻ്റെ അച്ഛൻ്റെ അമ്മേനെ വേദനിപ്പിക്കാനും പറ്റില്ല, അതുപോലെ തന്നെ സുഭാഷ് ചേട്ടനെ
വിഷമിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ലെന്ന് പറഞ്ഞു. ഒടുവിൽ നിധി പറഞ്ഞു, സുനന്ദയുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ സുനന്ദ തീരുമാനിക്കുക, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, പിന്നെ കല്യാണം നടന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞിട്ട് നിധി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെ സന്ധ്യയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷും നികേഷ് ഹരീഷും ഒക്കെ ഫോണിനകത്ത് വീഡിയോ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും നിധി അങ്ങോട്ടേക്ക് വന്നു. നിധി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിധിയുടെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും കടന്നു പോവാണ്. അവിടെ ചെന്നപ്പോൾ സുനന്ദയുടെ വീട്ടിൽ ചെന്നപ്പോൾ സുനന്ദയുടെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അവരാരെങ്കിലും പറഞ്ഞിട്ടാണ്ട് നീ ഇങ്ങോട്ടേക്ക് വന്നേ, നിന്റെ കൂടെ അവിടുന്ന് ആരെങ്കിലും വന്നോ? ഇല്ലല്ലോ, അവർക്ക് ഇങ്ങോട്ടേക്ക് വന്ന് പെണ്ണ് ചോദിക്കാനുള്ള ധൈര്യമില്ല, ഒറ്റ ഒണ്ണ ഈ പടി കടന്ന് വരത്തില്ല, ചുണയുണ്ടെങ്കിൽ അവരോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ എന്നൊക്കെ പറഞ്ഞതൊക്കെ അതൊക്കെ നിധിയുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നുപോയി. ആ സമയത്ത് നികേഷ് ചോദിച്ചു, എന്താ നിധി അടുത്ത് എന്താ ആലോചിക്കണമെന്ന് ചോദിച്ചു. ഒന്നുമില്ല. അപ്പോഴാണ് സുഭാഷ് അതിലൂടെ അങ്ങോട്ട് വരുന്നേ. അതെ, സുഭാഷിനോട് ചോദിച്ചാലോ ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടോന്ന്. ആ സമയം നിധി ചോദിച്ചു, ഇനി എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്, പെണ്ണിന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞല്ലോ. സുധീഷ് പറഞ്ഞു, ചിലപ്പോൾ സുഭാഷേനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ വല്ല ഇഷ്ടമെന്നോ മറ്റോ ചോദിച്ചു നോക്കാന്ന് പറഞ്ഞു. സുഭാഷ് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം സുധീഷ് ചോദിച്ചു, അല്ല സുഭാഷേട്ടാ, സുഭാഷേട്ടന് ആ പെണ്ണ് വിളിക്കാൻ മറ്റോ ചെയ്തതെന്ന് ചോദിച്ചു. വിളിച്ചായിരുന്നു. എന്നിട്ട് എന്താവാനായിട്ടാ? വിളിച്ചു സംസാരിച്ചു. സുഭാഷേട്ടൻ എന്താ സംസാരിച്ചേ? എടാ എനിക്ക് എന്ത് പറയാനായിട്ടാ? എന്നോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആഹാരം കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ എനിക്കെപ്പോഴും വീട്ടുകാര്യത്തെക്കുറിച്ചും ജോലിക്കാര്യത്തെക്കുറിച്ചൊക്കെ അല്ല സംസാരിക്കാവുള്ളൂ, ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചു. അതൊക്കെയാണോ സുഭാഷേട്ടൻ സംസാരിക്കുന്നത്? പിന്നെ എന്താടാ, എനിക്കാണെങ്കിൽ എങ്ങനെ പെണ്ണുങ്ങളോട് സംസാരിക്കണം എന്നറിയില്ല. 2 വാക്ക് സംസാരിച്ച് കഴിയും പിന്നെ എന്തെന്നുള്ള ചോദ്യമാണ്. അതുകൊണ്ട് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞു. ആ സമയം നിധിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. പിന്നീട് സുഭാഷ് പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ സ്വഭാവം ഇങ്ങനെയാ, എനിക്കിത് കൂടുതലൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് സുഭാഷ് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും നിധി പറഞ്ഞു, കണ്ടില്ലേ, ഇതാണ് സുഭാഷേൻ്റെ സ്വഭാവം. അല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നിധി അടുത്ത്, അതിന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഈ സമയത്ത് സുധീഷ് പറഞ്ഞു, ഇനിയിപ്പോൾ വേറൊരു പെണ്ണ് നമുക്ക് നോക്കാം, എന്താണെങ്കിലും ഇറങ്ങി തിരിച്ചു, എത്രയും പെട്ടെന്ന് തന്നെ സുഭാഷേൻ്റെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുമെന്ന് ചോദിച്ചു. എന്താ? നമുക്കൊരു കാര്യം ചെയ്താലോ, സുനന്ദയുടെ വീട്ടു വരെ പോലെന്ന് ചോദിച്ചു. ആന്തിനാ അങ്ങോട്ടേക്ക് പോകണമെന്ന് ഹരീഷ് ചോദിച്ചു. അല്ല അവിടെ പോയി സുനന്ദയെ പെണ്ണാലോചിക്കാനോ? നിധി അടുത്തേക്ക് എന്താ തലയ്ക്ക് ഭ്രാന്തായെന്ന് ചോദിച്ചു. ആ സമയം സുധീഷ് പറഞ്ഞു, അങ്ങ് ചെന്നാലും മതി, അത് അതിനേക്കാളും വലിയ പ്രശ്നമാവാനായിട്ട്. അതെ, നമ്മൾ അങ്ങോട്ട് പോയി നോക്കാതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഞാനൊരു കാര്യം ചോദിച്ചേട്ടെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാഗം അനുഭവിക്കാനും നിങ്ങളുടെ ചേട്ടന് തയ്യാറല്ലേ സുഭാഷ് ചേട്ടൻ? നിങ്ങൾ പറയുന്നതൊക്കെ കുഞ്ഞുനാളിൽ മുതൽ നിങ്ങൾക്ക് വാങ്ങിച്ചു തരും, നിങ്ങൾക്ക് വെച്ചുണ്ടാക്കി തരുമൊക്കെ ചെയ്യുന്നതല്ലേ? എന്നിട്ട് നിങ്ങൾ ഇന്ന് വരെ സുഭാഷ് ചേട്ടൻ്റെ ഇഷ്ടം എന്താണോ അല്ലെങ്കിൽ സുഭാഷ് ചേട്ടൻ്റെ ആഗ്രഹം എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ? അത് കേട്ടപ്പോൾ മൂവരും ഒന്നും മിണ്ടിയില്ല. ഇത്രയും നാളായി ഞാനിവിടെ വന്നിട്ട് ഇന്ന് വരെ ഞാൻ പലതും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മരിക്കാൻ നടക്കുന്ന ആളാണ് സുഭാഷ് ചേട്ടൻ. പക്ഷെ നിങ്ങൾ സുഭാഷ് ചേട്ടന് വേണ്ടി എന്താ ചെയ്യുന്നത്? ഒരു പക്ഷേങ്കിൽ സുനന്ദയെ സുഭാഷ് ചേട്ടന് ഇഷ്ടമാണ്, പക്ഷെ അങ്ങനെ ഒരു കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെയും കൂടെ ബാധിക്കുമെന്നൊരു ചിന്ത സുഭാഷ് ചേട്ടൻ്റെ മനസ്സിലുണ്ട്. സുഭാഷ് ചേട്ടന് സുനന്ദയെ വിളിച്ചുകൊണ്ട് വരാൻ അറിയത്തില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ തൻ്റെ അനിയന്മാരുടെ ഭാവിയും കൂടെ നോക്കിയിട്ടാ സുഭാഷ് ചേട്ടൻ ഒന്നും ചെയ്യാതിരുന്നേ. അല്ലെങ്കിൽ സുഭാഷ് ചേട്ടൻ മറ്റുള്ളവരുടെ വേദനിപ്പിക്കുന്നതിനൊരു താല്പര്യമില്ല. നിങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തന്നിട്ട് സുഭാഷ് ചേട്ടന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചു നികേഷൊക്കെ. പിന്നീട് ഹരീഷ് പറഞ്ഞു, അതിനിപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ചെയ്യണം, എല്ലാവർക്കും കൂടെ പോയി അവിടെ പോയി പെണ്ണി ചോദിക്കണം. അങ്ങ് ചെന്നാലും മതി, അവിടെ നിന്ന് അടിച്ചു ഓടിക്കുമെന്ന് പറഞ്ഞു. അതെ, നിങ്ങൾ മുൻവിധിയോടെ ഇങ്ങനെ കാണരുത്, നമ്മൾ പോയി ചോദിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചോദിക്കണം, പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ നിധി അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ നികേഷ് അവരൊക്കെ ആലോചിക്കുകയാണ് എന്ത് ചെയ്യണം, വേണോ വേണ്ടയോ. കാരണം സുഭാഷ് ചേട്ടൻ്റെ ഇഷ്ടമാണ് അവരുടെ ഇഷ്ടം, സുഭാഷ് ചേട്ടൻ്റെ മനസ്സ് വേദനിക്കുന്ന അവർക്കും ഇഷ്ടമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.